പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്തമഗീതം 8:6 തിരുവചനം. നിന്റെ ഹൃദയത്തിൽ എന്നെ മുദ്രയായും നിന്റെ കയ്യിൽ അടയാളമായും പതിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അരുളി ചെയ്യുക, നിന്റെ ഹൃദയത്തിൽ എന്നെ മുദ്രയടിക്കണം. ബ്രാൻഡഡ് ആവുക എന്ന് പറയും. നമുക്കറിയാം ചില കമ്പനികളുടെ പ്രൊഡക്റ്റ്, ആ കമ്പനികളുടെ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഒരു മുദ്രയുണ്ടാകും, കമ്പനിയുടെ മുദ്ര. അതുപോലെ നീ എന്നെ നിന്റെ ഹൃദയത്തിൽ മുദ്ര ചെയ്യണമെന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ സ്വന്തമാവുകയാണ്. അതിലൂടെ കർത്താവിൻ്റെ സ്വന്തമാവുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ മുദ്ര ഹൃദയത്തിൽ പതിക്കുക. നിനക്ക് എപ്പോഴും കാണാൻ വേണ്ടി കയ്യിൽ അടയാളമായി പതിക്കുക. കർത്താവ് അരുളി ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് കണ്ണടയ്ക്കാം. ഒന്ന് കണ്ണടച്ചിട്ട് ഈ നിമിഷങ്ങളിൽ ഒന്ന് അത് ഭാവനയിൽ, വിശ്വാസത്തിൽ കാണാം. എൻ്റെ ഹൃദയത്തിൽ ഞാൻ കർത്താവിനെ മുദ്രയടിക്കുകയാണ്. എൻ്റെ കയ്യിൽ അടയാളമായി പതിക്കുകയാണ്. ഞാൻ ഈ നിമിഷം മുതൽ എൻ്റെ കർത്താവിൻ്റെതാ. എനിക്ക് വേണ്ടി മരിച്ചവൻ്റെ സ്വന്തമാണ് ഞാൻ. വിശ്വാസത്തോടെ അത് ചെയ്യാം. ഈ നിമിഷം മുതൽ നാം ശത്രുവിൻ്റെതല്ല, എൻ്റെ കർത്താവിൻ്റെ സ്വന്തമാണ്. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടന്നു പോകാം. പാട്ടുകാരോടൊപ്പം നല്ലവണ്ണം കൈയടിച്ച് പാട്ടുപാടി നമ്മൾ ദൈവത്തെ ഒരിക്കൽ കൂടി ആരാധിക്കാൻ പോവുകയാണ്, വാഴ്ത്താൻ പോവുകയാണ്, മഹത്വപ്പെടുത്താൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കണ്ണപിടിച്ചോണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകരാഷ്ട്രങ്ങൾ ഉണരണം, യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. ഭാരതം ഉണരണം, യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. എന്റെ കേരളം ഉണരണം, യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. എല്ലാവരും ചേർന്ന് എഴുന്നേൽക്കട്ടെ അപ്പസ്തോലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, ഉണർവോടെ സുവിശേഷം ഘോഷിക്കാൻ. എഴുന്നേൽക്കട്ടെ അപ്പസ്തോലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, ഉണർവോടെ സുവിശേഷം ഘോഷിക്കാം. ലോകരാഷ്ട്രങ്ങൾ ഉണരണം, യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. ഭാരതം ഉണരണം, യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. എന്റെ കേരളം ഉണരണം, യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ.
കരമുയർത്തി, കരമുയർത്തി, രണ്ട് സൈഡിൽ അടിച്ചു. ജീവനോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തകരട്ടെ ദുർമന്ത്രവാദം, തകരട്ടെ ദുർശക്തികളും, തകരട്ടെ ദുരാചാരങ്ങൾ, തീ പോലെ സുവിശേഷം പടരട്ടെ. തകരട്ടെ ദുർമന്ത്രവാദം, തകരട്ടെ ദുർശക്തികളും, തകരട്ടെ ദുരാചാരങ്ങൾ, തീ പോലെ സുവിശേഷം പടരട്ടെ. ലോകരാഷ്ട്രങ്ങൾ ഉണരണം, യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. ഭാരതം ഉണരണം, യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. എന്റെ കേരളം ഉണരണം, യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമായി ഇരിക്കുക. എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എന്നെ ഈ രാത്രിയിൽ ശ്രവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ ഒരു വേദനയുണ്ട്. ഒരുപക്ഷെ അത് മാറാ രോഗത്തിൻ്റെ വേദനയായിരിക്കാം. കുടുംബത്തിലെ ആരെങ്കിലും മരിച്ചതിൻ്റെ വേദനയായിരിക്കാം. സാമ്പത്തികമായ നഷ്ടത്തിൻ്റെ വേദനയായിരിക്കാം. ജോലി നഷ്ടപ്പെട്ടതിൻ്റെ വേദനയായിരിക്കാം. എന്ത് ആയിക്കൊള്ളട്ടെ, ഒരു കാര്യം നിങ്ങൾ ഓർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്നത് സർവശക്തനായ ദൈവമായ യേശുവിൻ്റെ സന്നിധിയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, യേശുവിൻ്റെ നാമം സർവശക്തമായ നാമമാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും യേശുവിൻ്റെ നാമത്തിൽ മുട്ടുമടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ സർവ അധികാരിയാണ് യേശു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ച് കാത്തിരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ മേധാവിയോട്
നിനക്ക് ജോലി തരണമെന്ന് കൽപ്പിക്കുവാൻ യേശുവിന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഒരു ട്രാൻസ്ഫറിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ മേധാവിയോട് നിനക്ക് ട്രാൻസ്ഫർ തരുവാൻ കൽപ്പിക്കുവാൻ യേശുവിന് സാധിക്കും. ഹല്ലേലൂയ. കാരണം യേശുവിൻ്റെ കൽപ്പന സ്വീകരിക്കേണ്ടവരാണ് ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മനുഷ്യരുമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നമ്മുടെ എല്ലാ വേദനകളെയും എല്ലാ നഷ്ടങ്ങളെയും സന്തോഷങ്ങളാക്കി മാറ്റുവാൻ സർവശക്തനായ യേശുവിന് സാധിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിനൊരു ഉദാഹരണമായി ഈ രാത്രിയിൽ മൈക്കൽ ആഞ്ചലോയുടെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ലോകപ്രസിദ്ധനായ പെയിന്ററും ശില്പിയുമാണ് മൈക്കൽ ആഞ്ചലോ. മൈക്കൽ ദൈവദൂതൻ എന്നാണ് ഈ വാക്കിൻ്റെ തന്നെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ ഉള്ള അനേകം മനോഹരങ്ങളായ പെയിൻറ്റിങ്ങുകൾ മൈക്കൽ ആഞ്ചലോയുടേതാണ്. അദ്ദേഹം രചിച്ചിട്ടുള്ള വളരെ മനോഹരമായ ഒരു ശില്പമാണ് പിയത്ത. പരിശുദ്ധ അമ്മ യേശുവിൻ്റെ മൃതശരീരം മടിയിൽ കിടത്തുന്നതാണ് ഈ ചിത്രം. ആ സമയത്ത് പരിശുദ്ധ അമ്മ എത്രമാത്രം വേദന ഹൃദയത്തിൽ അനുഭവിച്ചിട്ടുണ്ടാകണം. ആ വേദന വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ മൈക്കൽ ആഞ്ചലോയ്ക്ക് ഈ ശില്പത്തിലൂടെ അവതരിപ്പിക്കുവാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പിയത്തയെ നിരൂപകന്മാർ വിളിക്കുന്നത് മാർബിളിൽ എഴുതിയ കവിത എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ചോദ്യം ഇതാണ്, എങ്ങനെയാണ് മൈക്കൽ ആഞ്ചലോ ഇത്രയും പ്രഗത്ഭനായ പ്രസിദ്ധനായ ഒരു ശില്പിയായി മാറിയത്? പ്രൈസ് ദി ലോർഡ്. അതിന് പിന്നിൽ ഒരു നഷ്ടത്തിൻ്റെ കഥയുണ്ട്, ഒരു വേദനയുടെ ചരിത്രമുണ്ട്. അദ്ദേഹം വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ഗവർണറായിരുന്നു. തിരക്കേറിയ മനുഷ്യനായിരുന്നത് കൊണ്ട് കുഞ്ഞിനെ വളർത്തുവാനായിട്ട് അദ്ദേഹത്തിന് സമയം കിട്ടാത്തത് കൊണ്ട് വളർത്തുവാനായിട്ട് അദ്ദേഹം ഒരു കൽപ്പണിക്കാരനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് ഏൽപ്പിച്ചത്. മൈക്കൽ ആഞ്ചലോ തന്നെ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വളർന്നു വന്നത് എൻ്റെ പോറ്റമ്മയുടെ മുലപ്പാൽ കുടിച്ചുകൊണ്ട് മാത്രമല്ല, എൻ്റെ വളർത്തച്ഛൻ കല്ലിൽ ഉളികൊണ്ട് അടിക്കുന്ന സംഗീതവും കേട്ടുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇത് വലിയൊരു പരിശീലനമായി മൈക്കൽ ആഞ്ചലോയുടെ ജീവിതത്തിൽ മാറി. അമ്മ മരിച്ചുവെങ്കിലും ആ നഷ്ടത്തെ, ആ വേദനയെ വലിയൊരു നേട്ടമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിച്ചു. അങ്ങനെയാണ് ഇന്ന് ലോക പ്രസിദ്ധനായ മൈക്കൽ ആഞ്ചലോ പിറന്നു വീണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ഏത് നഷ്ടങ്ങളെയും ഈ രാത്രിയിൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവിന് നിങ്ങളുടെ നഷ്ടങ്ങളെ നേട്ടങ്ങളാക്കി മാറ്റുവാൻ, നിങ്ങളുടെ വേദനകളെ ആനന്ദമാക്കി മാറ്റുവാൻ നിശ്ചയമായും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പഴയ നിയമത്തിൽ നിന്ന് മറ്റൊരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. ബൈബിളിൽ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന 3 പുസ്തകങ്ങളുണ്ട്. റൂത്ത്, യൂദിത്ത്, എസ്തേർ. ഇത് 3ഉം സ്ത്രീകളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൽ എസ്തേറിനെ കുറിച്ച് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എസ്തേർ സ്ത്രീയാണെങ്കിലും അവളെ ഇന്ന് എല്ലാവരും അറിയുന്നു. ബൈബിൾ വായിക്കുന്ന എല്ലാവരും എസ്തേറിനെ അറിയുന്നുണ്ട്. ലോകത്തിൻ്റെ അവസാനം വരെ അവൾ അറിയപ്പെടും. അനശ്വരയായി അവൾ മാറിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവളുടെ ജീവിതത്തിൽ വലിയ ഒരു വേദനയുണ്ടായിരുന്നു. അവളുടെ പ്രശസ്തിക്ക് പിന്നിൽ വലിയൊരു നഷ്ടത്തിൻ്റെ കഥയുണ്ട്.
അവൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവളുടെ അപ്പനും അമ്മയും മരിച്ചു. നിങ്ങൾക്കറിയാം, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ വേദനാജനകമായൊരു കാര്യമാണ് അമ്മയുടെയും അപ്പൻ്റെയും വാത്സല്യവും സ്നേഹവും പരിചരണവും ലഭിക്കാതെ വളരുക എന്നുള്ളത്. എസ്തേർ അങ്ങനെ അനാഥയായിട്ട് വളരുവാൻ ദൈവം അനുവദിച്ചു. പക്ഷേ ദൈവത്തിന് അതിൻ്റെ പിന്നിലെ പ്രത്യേകമായൊരു പദ്ധതി ഉണ്ടായിരുന്നു. എസ്തേറിനെ വളർത്തിയത് അവളുടെ അപ്പൻ്റെ സഹോദരനായ മൊർദെഖായിയാണ്. ദൈവം ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ കരങ്ങൾ നീട്ടി. അവളെ ദൈവം വളർത്തി. അവൾക്ക് അപ്പനും അമ്മയും ഇല്ലായിരുന്നുവെങ്കിലും അവളുടെ അപ്പനായി അവളുടെ അമ്മയായി സർവശക്തനായ ദൈവം കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അവളുടെ ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ട് പേർഷ്യയിലെ രാജ്ഞിയാക്കി മാറ്റുവാനായിട്ട് ദൈവം തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പേർഷ്യയിലെ രാജാവിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ട് അതിൻ്റെ ആ രാജാവിൻ്റെ ജീവിതത്തിൻ്റെ ഗതി തിരിച്ചു വിട്ടുകൊണ്ട് അവളെ രാജ്ഞി പദവിയിലേക്ക് ഉയർത്തുവാൻ സാധിച്ചതിൻ്റെ, ദൈവം പ്രവർത്തിച്ചതിൻ്റെ അത്ഭുതമാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവളുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു നഷ്ടം, വലിയൊരു വേദന ദൈവത്തിന് വലിയൊരു നേട്ടമാക്കി മാറ്റുവാനായി സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 സങ്കീർത്തനം അതുകൊണ്ടാണ് പറയുന്നത്, 68-ാം സങ്കീർത്തനം 19-20 വാക്യങ്ങൾ, അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ ഓരോ ദിവസവും താങ്ങുന്നുണ്ട്. നമ്മുടെ കഷ്ടതകളില്, നമ്മുടെ വേദനകളില്, നമ്മുടെ സങ്കടങ്ങളില് സർവശക്തനായ യേശു നമ്മെ താങ്ങുന്നുണ്ട്. ആ ദൈവത്തെ കാണുവാനായി നമ്മുടെ കണ്ണുകളെ തുറക്കണം. പ്രൈസ് ദി ലോർഡ്. അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരു കാര്യം കൂടെ ഈ രാത്രിയിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട് എങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു കടമയും നിങ്ങൾക്കുണ്ട്. തകർച്ചയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിച്ചുവെങ്കിൽ, നിങ്ങളുടെ വേദനയെ ദൈവം സന്തോഷമാക്കി മാറ്റിയെങ്കിൽ, നിങ്ങളുടെ നഷ്ടത്തെ ദൈവം നേട്ടമാക്കി മാറ്റിയിട്ടുണ്ട് എങ്കിൽ അത് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്, ദൈവജനത്തിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയിട്ടാണ് എസ്തേറിനെ ദൈവം പേർഷ്യയുടെ രാജ്ഞിയാക്കി മാറ്റിയത്? യഹൂദന്മാര് വലിയൊരു വിപത്ത് ആ കാലത്ത് നേരിട്ടിരുന്നു. പേർഷ്യ രാജാവ് എല്ലാ യഹൂദന്മാരെയും കൊന്നൊടുക്കുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചു. ആ സമയത്ത് യഹൂദർക്ക് വേണ്ടി വാദിക്കുവാനായിട്ടാണ് എസ്തേറിനെ മുൻകൂട്ടി തന്നെ പേർഷ്യയുടെ രാജ്ഞിയാക്കി ദൈവം അവരോധിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവളുടെ അപ്പൻ്റെ സഹോദരൻ, അവളുടെ വളർത്തച്ഛനായ മൊർദെഖായി എസ്തേറിനോട് ഈ കാര്യം പറഞ്ഞു. പക്ഷേ എസ്തേർ പറഞ്ഞു, എനിക്ക് രാജാവിൻ്റെ മുമ്പിൽ പോയി ഈ കാര്യം പറയുവാൻ പറ്റുകയില്ല. രാജാവ് വിളിച്ചാൽ അല്ലാതെ എനിക്ക് രാജാവിൻ്റെ അടുത്തേക്ക് പോകുവാൻ പറ്റുകയില്ല. എൻ്റെ ജീവൻ അപകടത്തിലാണ്, എനിക്കങ്ങനെ പോകുവാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒഴിഞ്ഞു മാറിയപ്പോൾ മൊർദെഖായി പറഞ്ഞൊരു കാര്യം ഈ രാത്രിയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നീ ഈ സമയത്ത് ദൈവജനത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ല എങ്കിൽ യഹൂദന്മാർക്ക് രക്ഷയും ആശ്വാസവും മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്ന് ദൈവം എത്തിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തിന് വേണ്ടി നിന്നില്ല എങ്കിൽ, ദൈവജനത്തിന് വേണ്ടി നിന്നില്ല എങ്കിൽ ദൈവം മറ്റുള്ള രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് യഹൂദ ജനതയെ രക്ഷിക്കും. പക്ഷേ നീയും നിന്റെ കുടുംബവും നശിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ ഇതിനു വേണ്ടിയിട്ട് ആയിരിക്കുകയില്ലേ ദൈവം നിന്നെ രാജ്ഞി പദത്തിലേക്ക് നേരത്തെ എത്തിച്ചത്. അതുകൊണ്ട് നമ്മൾ ഈ രാത്രിയിൽ ഓർക്കണം, ദൈവത്തിൽ നിന്ന് അനേക അനുഗ്രഹങ്ങൾ സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചത്, നമ്മളെ സംരക്ഷിച്ചത്, തകർച്ചയിൽ നമ്മളെ രക്ഷിച്ചത്, ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ശബ്ദമായി, ദൈവത്തിൻ്റെ പ്രവാചകന്മാരായി,
ദൈവത്തിൻ്റെ സാക്ഷികളായി നമ്മൾ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ വേദനകളെല്ലാം യേശുവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായി അങ്ങയുടെ ശബ്ദമായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ കർത്താവ് ഇടപെടുവാനുമായിട്ട് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാം. ദൈവം നിങ്ങളുടെ കണ്ണുനീര് കാണുന്നവനാണ്. നിങ്ങളുടെ തകർച്ചകളെ കർത്താവ് കാണുന്നു, വേദനകളെ കർത്താവ് കാണുന്നുണ്ട്. ജീവിതത്തിൻ്റെ സകല അവസ്ഥയെയും കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ കാണുന്നവനാണ് കർത്താവ്. അതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ വിശേഷണം. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. നിൻ്റെ വേദനയെ, നിൻ്റെ അവസ്ഥകളെ, നിൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ രാത്രിയിൽ ഉയർത്തി പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. സർവശക്തനായ കർത്താവെ, അങ്ങേക്ക് എല്ലാം സാധിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അവിടുന്ന് സർവശക്തനാകയാൽ ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും അങ്ങയുടെ നാമത്തിൻ്റെ മുമ്പിൽ മടങ്ങുമെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. എൻ്റെ ഈ പ്രശ്നത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ രോഗത്തെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ രോഗിയായിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നിമിഷങ്ങളിൽ കടന്നു വരണമേ. കർത്താവെ, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ സമൂഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നഷ്ടങ്ങളുടെ വേദനകളെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നേട്ടങ്ങളാക്കി മാറ്റുവാൻ സാധിക്കുന്ന അങ്ങ് അവിടുത്തെ പരിശുദ്ധമായ കരങ്ങൾ എൻ്റെ നേരെ നീട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്താം. യേശുവിനെ കണ്ടുകൊണ്ട്, സർവശക്തനായ കർത്താവിനെ കണ്ടുകൊണ്ട്, അവിടുത്തെ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട്, അവിടുത്തെ ശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, മലാഹന്മാരോട് ചേർന്നുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ നേരത്തെ ഗാനം ആലപിച്ചതുപോലെ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് തൻ്റെ അടുത്തേക്ക് വിളിച്ചത് അവിടുത്തെ അമൂല്യമായ സദ്വാർത്ത ലോകമെമ്പാടും എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. കർത്താവിൻ്റെ സാക്ഷിയായി, അവിടുത്തെ ശബ്ദമായി നമ്മൾ മാറണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കയ്യിലൊരു ഉപകരണമായി എന്നെ മാറ്റണമേ. എൻ്റെ പരിമിതമായ ജീവിത സാഹചര്യത്തിൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങയെ പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ. അങ്ങയെക്കുറിച്ച് ലജ്ജിക്കാതെ അവിടുന്ന് സർവശക്തനായ ദൈവമാണ് എന്ന് ലോകത്തെ അറിയിക്കുവാൻ എൻ്റെ നാവിനെ അവിടുന്ന് ഉപയോഗിക്കണമേ. എൻ്റെ അധരങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. എൻ്റെ ജീവിതത്തെ അവിടുന്ന് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നന്ദിയുള്ള സാക്ഷ്യത്തിൻ്റെ ഒരു ജീവിതം നയിക്കുവാൻ, ലോകമെമ്പാടും സുവിശേഷം എത്തിക്കുവാൻ അവിടുന്ന് എനിക്ക് നൽകിയ ജീവനും, എനിക്ക് നൽകിയ സമ്പത്തും, എനിക്ക് നൽകിയ നേട്ടങ്ങളും, എനിക്ക് നൽകിയ അറിവും എല്ലാം ഉപയോഗിക്കുവാൻ ദൈവമേ രാത്രിയിൽ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടെ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, നമ്മെ അനുഗ്രഹിക്കുന്നവനായ കർത്താവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുവാൻ, നമ്മെ തന്നെ വിസ്മരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുവാൻ, സുവിശേഷത്തിൻ്റെ തീഷ്ണത നമ്മളുടെ ഹൃദയത്തിൽ ജ്വലിക്കുവാനായിട്ട് ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കരങ്ങളെ ഉയർത്തിയിരിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള അങ്ങയുടെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് സുവിശേഷത്തിൻ്റെ അഗ്നിയെ അവിടെ തിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണുനീരിലും വേദനയിലും കഷ്ടപ്പാടിലുമായിരിക്കുന്ന ജനകോടികളുടെ അടുത്തേക്ക് അങ്ങയുടെ സുവിശേഷം എത്തിക്കുവാൻ, ഞങ്ങളുടെ സാധ്യതകളെ ഉപയോഗിക്കുവാനായിട്ട് അവിടുന്ന് കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കണ്ണുനീരിൽ നിന്നും മുഖമുയർത്തുവാൻ, ഞങ്ങളുടെ നഷ്ടങ്ങളിൽ നിന്ന് മുഖമുയർത്തുവാൻ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ, അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ, ഓ കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിസ്വാർത്ഥതയിൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
സുവിശേഷത്തിന്റെ അഗ്നി എല്ലാ ഹൃദയങ്ങളിലും പടരട്ടെ. കർത്താവിനോടുള്ള യേശുവിനോടുള്ള അതുല്യമായ സ്നേഹത്താൽ എല്ലാ ഹൃദയങ്ങളും നിറയട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. അവിടുന്ന് വാഴട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജാവായി വാഴട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. രാഷ്ട്രങ്ങൾ ഉണരണം, ഉണരണം. യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥ. ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഉപയോഗിക്കൂ നാഥ. ഭാരതം ഉണരണം. യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥ. എന്റെ കേരളം ഉണരണം. യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥ. എന്നെ ഉപയോഗിക്കൂ നാഥ. എന്നെ ഉപയോഗിക്കൂ നാഥ. എന്നെ ഉപയോഗിക്കൂ നാഥ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്ന ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ യേശു സർവശക്തനാണ് എന്നും അവിടുത്തെ നാമത്തിൻ്റെ മുമ്പിൽ എല്ലാ മുട്ടുകളും മടങ്ങുമെന്നും കുറച്ച് വിശ്വസിക്കുവാനുള്ള വിശ്വാസത്തിൻ്റെ ശക്തി നൽകുവാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. അതുപോലെ തന്നെ കർത്താവിൽ നിന്ന് അനവധി അനുഗ്രഹങ്ങൾ സ്വീകരിച്ചവരായ ഞങ്ങൾ ഓരോരുത്തരും സുവിശേഷം ലോകമെമ്പാടും എത്തുവാനായിട്ട് അധ്വാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, കൃപ ലഭിക്കുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ശബ്ദമുയർത്തി ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ശാന്തമായി ഇരിക്കാം.